പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇനി നമ്മളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് കഴിഞ്ഞ ആഴ്ച നടന്ന റോ എപ്പിസോഡിൻ്റെ റേറ്റിംഗ്സിനെ സംബന്ധിച്ചുള്ള ഒരു റിപ്പോർട്ട് നെറ്റ്ഫ്ലിക്സ് പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. നിരാശാജനകമായിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് നമുക്കത് വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 2 മില്യൺ വ്യൂവർഷിപ്പ് മാത്രമാണ് കഴിഞ്ഞ ആഴ്ചത്തെ ജൂൺ മാസത്തിലെ ആദ്യ റോ എപ്പിസോഡിന് സ്വന്തമാക്കാൻ സാധിച്ചത്. ക്ലാഷ് ഇൻ ഇറ്റലി എന്ന ഏറ്റവും മികച്ച 2026 പ്രീമിയം ലൈവ് ഇവൻറ്റ് WWE ഭാഗത്ത് നിന്ന് ലഭിച്ചതിന് ശേഷം പിറ്റേ ദിവസം നടന്ന റോ എപ്പിസോഡിൻ്റെ റേറ്റിംഗ് തന്നെ വലിയ രീതിയിലൊരു ഇടിവിലേക്കാണ് കൊണ്ടുപോയിട്ടുള്ളത്. ഇതിന് മുൻപത്തെ എപ്പിസോഡുകളെ വെച്ച് താരതമ്യപ്പെടുത്തിയാൽ വലിയൊരു കുറവ് റേറ്റിംഗ്സിൽ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഒരു കാരണമായിട്ട് ഇപ്പോൾ WWE ആരാധകരെ തന്നെ കണ്ടെത്തിയിരിക്കുന്ന ഒരു ഉത്തരം എന്ന് പറയുന്നത് ഈ യൂറോപ്പ് ടൂറിൻ്റെ ഭാഗമായിട്ട് നടന്ന റോ എപ്പിസോഡ് ആയതുകൊണ്ട് തന്നെ ടൈം സ്ലോട്ടിൽ വലിയ വ്യത്യാസം വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് വ്യൂവർഷിപ്പ് നല്ലതുപോലെ കുറഞ്ഞത് എന്നാണ് അവർ റിപ്പോർട്ട് ചെയ്തത്. പക്ഷേ ലോകമെമ്പാടും 2 മില്യൺ വ്യൂവർഷിപ്പ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ അത് വലിയൊരു കുറവ് തന്നെയാണ്. അതിന് മുൻപത്തെ നോർമൽ റോ എപ്പിസോഡുകൾക്ക് പോലും അതിനേക്കാൾ കൂടുതൽ കിട്ടാറുണ്ട്. ഇതിപ്പോൾ ക്ലാഷ് ഇൻ ഇറ്റലി എന്ന് പറയുന്ന പ്രീമിയം ലൈവ് ഇവൻ്റ് കഴിയുന്നതിന് ശേഷം റോമൻ റീൻസിനെ ജക്ക് ഫാറ്റു അക്നോളജ് ചെയ്യുന്ന സെർമണി, കിങ് ആൻഡ് ക്വീൻ ഓഫ് ദ റിംഗ് ടൂർണമെൻറ്റുകളുടെ കിക്ക് ഓഫ്, സെത്തും ബ്രോൺ ബ്രേക്കറും മെയിൻ ഇവൻറ്റിൽ ഏറ്റുമുട്ടിയ മത്സരം, അങ്ങനെ വലിയ പ്രത്യേകതകളുള്ള ഒരു ഇവൻറ്റ് തന്നെയായിരുന്നു, ഒരു എപ്പിസോഡ് തന്നെയായിരുന്നു. എന്നിട്ടും 2 മില്യൺ വ്യൂവർഷിപ്പ് മാത്രമേ കിട്ടിയുള്ളൂ എന്ന് പറയുമ്പോൾ WWE പ്രൊഡക്റ്റ് പ്രത്യേകിച്ച് റോ എപ്പിസോഡിൻ്റെ ഒരു ആരാധകരുടെ ഒരു പിന്തുണ കുറഞ്ഞു വരികയാണോ എന്നുള്ളത് ഒരു സംശയം പോലെ എന്നിൽ വന്നിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. രണ്ടാമത്തെ അപ്ഡേറ്റ് ഏജലി എന്ന് പറയുന്ന മുൻ വുമൻസ് ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യനെ സംബന്ധിച്ചാണ്. ഏജലിയുടെ നെക്സ്റ്റ് അപ്ഡേറ്റ് എന്താണ്, ഏജലി എന്നാണ് വരാൻ പോകുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് റസൽ വേർഡ്സ് ഇന്നലെ അവരുടെ ലേറ്റസ്റ്റ് പോഡ്കാസ്റ്റിൽ പങ്കുവെക്കുന്നത് ഏജലിയെ നിലവിൽ തിരികെ കൊണ്ടുവരാൻ ക്രിയേറ്റീവ് ടീമിന് യാതൊരുവിധ പദ്ധതിയും ഇല്ല എന്നുള്ള തലത്തിലാണ്. റസൽമീനിയ 42 കഴിയുന്നതിന് ശേഷം ഏജലിയെ സംബന്ധിച്ചൊരു വാർത്ത പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇനി താരത്തെ സമ്മർ സ്ലാമിന് മുൻപ് മാത്രം പ്രതീക്ഷിച്ചാൽ മതി. ആ ഒരു രീതിയിലേക്ക് തന്നെയാണ് ഇപ്പോഴും അപ്ഡേറ്റ് വരുന്നത്. അപ്പോൾ ഏജലിയുടെ ഒരു അപ്ഡേറ്റ് കുറച്ച് കൂട്ടുകാർ ചോദിച്ചിരുന്നു. അപ്പോൾ നമുക്ക് ഇന്നലത്തെ ഒരു റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് നിലവിൽ എന്തായാലും ഏജലിയെ കൊണ്ടുവരാൻ യാതൊരുവിധ പദ്ധതിയുമില്ല. ഏജലിക്ക് വെക്കേഷൻ കൊടുത്തിരിക്കുകയാണ്. സമ്മർ സ്ലാമിൽ പോലും ഏജലിയുടെ മത്സരം ഉണ്ടായിരിക്കുമോ എന്നുള്ളതിനെ സംബന്ധിച്ചും കൃത്യമായിട്ടുള്ള ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഉത്തരം ലഭിച്ചിട്ടില്ല. ഇനിയിപ്പോൾ മത്സരം ഉണ്ടെങ്കിൽ തന്നെ ആ സ്റ്റോറി ആർക്കെതിരെ ആയിരിക്കും എന്നുള്ളതിനെ സംബന്ധിച്ചും നമുക്കൊരു ഉത്തരം ലഭിച്ചിട്ടില്ല. അതിനെ സംബന്ധിച്ച് ഡീറ്റെയിൽസ് കിട്ടുമ്പോൾ പങ്കുവെക്കാം. നിലവിൽ ഏജലി തിരികെ വരുന്നതിനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ട് യാതൊരുവിധ അപ്ഡേറ്റും ലഭിച്ചിട്ടില്ല. മൂന്നാമത്തെ അപ്ഡേറ്റ് നിലവിലെ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായ റോമൻ റീൻസും നിലവിലെ അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യനായ കോഡി റോഡ്സും തമ്മിലുള്ള ഒരു മത്സരത്തിനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. ഇവരുടെ ഇനിയൊരു സ്റ്റോറി അനുസരിച്ച് നടക്കുന്ന മത്സരത്തിൽ ഒരു ട്രിയോളജി മാച്ച് ആയിരിക്കും. വിജയിക്കുന്ന റെസ്ലർ ആയിരിക്കും WWE ഒരു പോസ്റ്റർ ബോയ് എന്ന് നമുക്കിനി പറയാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും ഈ റോമൻ വേഴ്സസ് കോഡി തമ്മിലുള്ള സ്റ്റോറിയെ സംബന്ധിച്ച് റസൽ വേർഡ്സിൻ്റെ ലേറ്റസ്റ്റ് പോഡ്കാസ്റ്റിൽ ഇന്നലെ പങ്കുവെച്ച ഒരു അപ്ഡേറ്റ് ഒരു ആരാധകൻ Q&A സെക്ഷനിൽ ചോദിച്ചതാണ്. റോമൻ വേഴ്സസ് കോഡി തമ്മിലുള്ള മത്സരത്തിന് 2026 ഇനി സാധ്യത ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ റസൽ വേർഡ്സ് വളരെ കൃത്യമായി ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പറയുന്ന ഒരു ഉത്തരം ഈ ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളിലൊന്നും റോമൻ വേഴ്സസ് കോഡി മത്സരം പ്രതീക്ഷിക്കേണ്ട എന്നാണ്. അതായത് ക്രൗൺ ജുവൽ പ്രീമിയം ലൈവ് ഇവൻറ്റ് അനൗൺസ് ചെയ്യപ്പെടുകയാണെങ്കിൽ പോലും ക്രൗൺ ജുവൽ ചാമ്പ്യൻഷിപ്പിന് പോലും റോമനും കോഡിയും ഏറ്റുമുട്ടുന്ന ഒരു ചാമ്പ്യൻ വേഴ്സസ് ചാമ്പ്യൻ മത്സരം പോലും നടക്കാൻ സാധ്യത ഇല്ല എന്നാണ് റസൽ വേർഡ്സ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനർത്ഥം ഈ 2 ചാമ്പ്യന്മാരുടെ കൈവശത്തിൽ ഒരു ചാമ്പ്യൻ്റെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ 2 ചാമ്പ്യന്മാരുടെ കയ്യിൽ നിന്നോ ചാമ്പ്യൻഷിപ്പ് നഷ്ടപ്പെടാനുള്ള സാധ്യത 2026 തന്നെ ഉണ്ട് എന്നുള്ളത് സമ്മർ സ്ലാം പോലെയുള്ള ഒരു ബിഗ് ഇവൻറ്റ് മുന്നിലുള്ളത് കൊണ്ടായിരിക്കാം റസൽ വേർഡ്സ് ഇങ്ങനെ ഒരു അപ്ഡേറ്റ് പങ്കുവച്ചിട്ടുണ്ടായിരിക്കുക. ഈ വീണ്ടും റോമൻ കോഡി എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ എത്താനുള്ള കാരണം ക്ലാഷ് ഇൻ ഇറ്റലി എന്ന് പറയുന്ന പ്രീമിയം ലൈവ് ഇവൻ്റ് ആയിരുന്നു. ഈ ഇവൻ്റ് കഴിയുന്നതിന് ശേഷം ഒരു ബാക്ക് സ്റ്റേജ് ഭാഗത്ത് റോമനും കോഡിയും ഫേസ് ടു ഫേസ് വരുന്ന ഒരു മൊമെൻറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. കൂടാതെ റോമൻ റീൻസ് മെയിൻ ഇവൻറ്റിൽ ജക്ക് ഫാറ്റുവിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ടൈറ്റിൽ റിട്ടേൺ ചെയ്തതിന് ശേഷം ആ എൻട്രൻസ് റാമ്പിൽ വെച്ച് ക്യാമറയിൽ നോക്കിക്കൊണ്ട് കോഡി റോഡ്സിനെ ചലഞ്ച് ചെയ്യുന്നതും ഇതിന് മറുപടി എന്നോണം ആ പോസ്റ്റ് ഷോയിൽ കയറിയിരുന്നു കൊണ്ട് ആ സ്റ്റേജിൽ വെച്ച് റോമനുള്ള മറുപടി കോഡി റോഡ്സ് കൊടുക്കുന്നതും നമുക്ക് കേൾക്കാൻ സാധിച്ചതാണ്. അതുകൊണ്ടാണ് വീണ്ടും റോമൻ വേഴ്സസ് കോഡി മത്സരത്തിൻ്റെ ഒരു സാധ്യതകളെ സംബന്ധിച്ച് ആരാധകർ ചർച്ച ചെയ്തത്. അപ്പോൾ റസൽ വേർഡ്സിൻ്റെ ഒരു അപ്ഡേറ്റ് അനുസരിച്ച് 2026 ഇവർക്ക് തമ്മിലുള്ള മൂന്നാമത്തെ മത്സരം, ഇവരുടെ ഒരു സ്റ്റോറി അനുസരിച്ചുള്ള മൂന്നാമത്തെ മത്സരത്തിൻ്റെ സാധ്യത വിരളമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിങ്ങളുടെ പ്രതികരണം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഏറ്റവും അവസാനമായി പങ്കുവെക്കുന്നത് സൂപ്പർ താരവും മുൻ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനുമായ CM പങ്കിനെ സംബന്ധിച്ചാണ്. റസൽമേനിയ 42 റോമൻ റീൻസിനോട് പരാജയപ്പെട്ട് ആ ചാമ്പ്യൻഷിപ്പ് നഷ്ടപ്പെട്ടതിന് ശേഷം പിറ്റേ ദിവസം നടന്ന റോ
എപ്പിസോഡിലാണ് സി എം പങ്ക് വന്നത്. അന്ന് അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യനായ കോഡി റോഡ്സിൻ്റെ ഒരു ചലഞ്ച് പ്രഖ്യാപിക്കുന്ന രീതിയിൽ ഒന്ന് ചെറിയൊരു സെഗ്മെൻറ്റ് നടത്തി ഇറങ്ങി വിട്ട സി എം പങ്ക് പിന്നീട് നടന്ന ബാക്ക്ലാഷ് എന്ന് പറയുന്ന പ്രീമിയം ലൈവ് ഇവൻറ്റിലോ ക്ലാഷ് ഇൻ ഇറ്റലി എന്ന് പറയുന്ന പ്രീമിയം ലൈവ് ഇവൻറ്റിലോ ഭാഗം ആയിരുന്നില്ല. അതിനോട് ബന്ധപ്പെടുത്തിയിട്ടുള്ള റോ എപ്പിസോഡുകളിലോ സ്മാക്ഡൗൺ എപ്പിസോഡുകളിലോ നമുക്ക് സി എം പങ്കിനെ കാണാൻ സാധിച്ചിരുന്നില്ല. അപ്പോൾ സി എം പങ്ക് എവിടെയാണ്, സി എം പങ്കിന് എന്താണ് സംഭവിച്ചത്, പലപ്പോഴും പല ആരാധകരും ചോദിക്കാറുള്ളതാണ്. ഇന്നലെ സോഷ്യൽ മീഡിയയിൽ വലിയൊരു ചർച്ചാ വിഷയമായിട്ട് നടന്നത് സി എം പങ്കിൻ്റെ പേരിൽ തന്നെയായിരുന്നു. സി എം പങ്കും WWE ബാക്ക് സ്റ്റേജിൽ മാനേജ്മെൻറ്റുമായിട്ടും വലിയ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ടാണ് സി എം പങ്കിനെ നിലവിൽ ടി വിയിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുന്നത്. സി എം പങ്കിൻ്റെ ബാക്ക് സ്റ്റേജിലെ ബിഹേവിയറൊക്കെ അത് മോശപ്പെട്ട രീതിയിലാണ്. അപ്പോൾ സി എം പങ്കിനെ പതിയെ റസൽമീനിയ 42 ശേഷം മാറ്റി നിർത്തുന്നത് കമ്പനിയിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ടാണ്. കമ്പനിയിൽ നിന്ന് പുറത്താക്കി എന്നുള്ള രീതിയിലുള്ള ചർച്ചകളായിരുന്നു സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ടായിരുന്നത്. ഇംഗ്ലീഷ് യൂട്യൂബ് ചാനലുകളിലും ഹിന്ദി യൂട്യൂബ് ചാനലുകളിലും തമിഴ് യൂട്യൂബ് ചാനലുകളിലും നിങ്ങൾ ഈ ഒരു വാർത്ത ഇതിനോടകം തന്നെ കണ്ടിട്ടുണ്ടാകും. അപ്പോൾ നിലവിൽ റസ്ലി വോട്സ് അവരുടെ ലേറ്റസ്റ്റ് റിപ്പോർട്ടിൽ പങ്കുവെക്കുന്നത് സി എം പങ്കും WWE മാനേജ്മെൻറ്റും തമ്മിൽ യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല. സി എം പങ്ക് ചോദിച്ചു വാങ്ങിയ ഒരു വെക്കേഷനാണ്, കമ്പനി കണ്ടറിഞ്ഞു കൊടുത്ത ഒരു വെക്കേഷനിലാണ് താരം ഉള്ളത്. സി എം പങ്ക് മാത്രമല്ല, സി എം പങ്കിൻ്റെ ഭാര്യയായ നിലവിലെ എജലി എന്ന് പറയുന്ന സൂപ്പർ താരവും വെക്കേഷനിലാണ് ഉള്ളത്. അപ്പോൾ കുറേയധികം കാലം കൃത്യമായിട്ട് സ്റ്റോറി ചെയ്ത് കൃത്യമായി മത്സരിച്ച് കൃത്യമായിട്ട് PR വർക്കൊക്കെ ചെയ്ത് നല്ല രീതിയിൽ കത്തി നിന്നിരുന്ന സി എം പങ്കിന് അനുയോജ്യമായിട്ടുള്ള ഒരു ടൈമിൽ അദ്ദേഹത്തിന് ഒരു വെക്കേഷൻ കൊടുക്കുക മാത്രമാണ് നിലവിൽ ചെയ്തിട്ടുള്ളത്. അല്ലാതെ മറ്റ് ക്രിയേറ്റീവ് തലത്തിലോ മാനേജ്മെൻറ്റ് തലത്തിലോ സി എം പങ്കിന് യാതൊരുവിധ പ്രശ്നങ്ങൾ ഇല്ല എന്നാണ് നിലവിൽ റസ്ലി വോട്സിൻ്റെ പോഡ്കാസ്റ്റിൽ പങ്കുവെക്കുന്ന ഒരു അപ്ഡേറ്റ്. അപ്പോൾ സി എം പങ്ക് WWE വിടാൻ പോകുകയാണ്, അല്ലെങ്കിൽ സി എം പങ്ക് WWE വിട്ടു എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് വരുന്ന വാർത്തകളിൽ നിന്നും യാതൊരുവിധ അടിസ്ഥാനവും ഇല്ല എന്നാണ് റസ്ലി വോട്സ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സമ്മർ സ്ലാമിന് മുൻപ് സി എം പങ്കിൻ്റെ ഒരു റിട്ടേൺ നടക്കാൻ സാധ്യതയുണ്ട്. അത് റോയിലേക്കായിരിക്കുമോ സ്മാക്ഡൗണിലേക്കായിരിക്കുമോ എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്കൊരു ക്ലാരിഫിക്കേഷൻ ലഭിക്കണം. ഇനി റിട്ടേൺ നടന്നാൽ തന്നെ അത് ആർക്കെതിരെ ആയിരിക്കും എന്നുള്ളതിനെ സംബന്ധിച്ചും ഒരു ക്ലാരിഫിക്കേഷൻ നടക്കേണ്ടതുണ്ട്. സി എം പങ്കിൻ്റെ റിട്ടേൺ ചിലപ്പോൾ ഒരു സർപ്രൈസാക്കി നടത്താനും സാധ്യതയുണ്ട്. നിങ്ങളുടെ പ്രതികരണം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി ഉടനെ കാണുന്നത് വരെ ബൈ.